റൊമാന്റിക് കോമഡി ജോണറിൽ മലയാളത്തിൽ റീസെന്റ് ടൈമിൽ വന്ന ഏറ്റവും ഗംഭീര ചിത്രമായിരുന്നു പ്രേമലു. നെസ്ലന്റെ കരിയർ തന്നെ മാറ്റിമറിച്ച ഈ ചിത്രം മലയാളത്തിൽ നിന്ന് 100 കോടിക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ നേടിയ ചിത്രവുമായിരുന്നു. മലയാളത്തിൽ മാത്രമല്ല തെലുങ്കിലൊക്കെ സിനിമ വമ്പൻ ഹിറ്റുമായിരുന്നു. പ്രേമലുവിന് ശേഷം ഗിരീഷ് ഷേഡി പ്രേമലു 2 പ്രഖ്യാപിച്ചെങ്കിലും അതിന്റെ ഷൂട്ടിംഗ് മറ്റു കാര്യങ്ങളൊക്കെ നീണ്ടുപോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഗിരീഷ് ഷേഡി അടുത്തതായി സംവിധാനം ചെയ്യുന്ന സിനിമ ഏതാണ് എന്നുള്ളത് പ്രേക്ഷകർക്കിടയിൽ വലിയ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ആ എക്സൈറ്റ്മെന്റ് നിലനിൽക്കുന്ന സമയത്താണ് ബത്ലഹേം കുടുംബ യൂണിറ്റ് പ്രഖ്യാപിക്കുന്നത്. ഭാവന സ്റ്റുഡിയോസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. നായകനായി വരുന്നത് നിവിൻ പോളിയാണ്. സർവമായയുടെ ഗംഭീര വിജയത്തിന് ശേഷം അദ്ദേഹം ചെയ്യുന്ന സിനിമയാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ്. ഇപ്പോൾ തന്നെ പ്രേക്ഷകർക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രതീക്ഷ ചിത്രത്തെക്കുറിച്ചുണ്ട്. ഭാവന സ്റ്റുഡിയോസിന്റെ നിർമ്മാണത്തിൽ വരുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ ആ ഒരു വലിയ പ്രതീക്ഷയുണ്ട്. പ്രേമലുവിന് ശേഷം ഗിരീഷ് ഷേഡി സംവിധാനം ചെയ്യുന്ന സിനിമ എന്നുള്ള ഹൈപ്പ് ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ അവസാനത്തെ റിലീസായി തിയേറ്ററിലെത്തിയത് അയാം കാതലനായിരുന്നു. നെസ്ലൻ നായകനായ ആ ചിത്രം പക്ഷേ പ്രേമലുവിന് മുൻപ് ഷൂട്ട് ചെയ്ത സിനിമയായിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് റിലീസ് വൈകിപ്പോയതായിരുന്നു. നിവിൻ പോളിയുടെ അടുത്ത റിലീസ് ഈ ചിത്രം ആയിരിക്കില്ല. അദ്ദേഹത്തിന്റേതായി ബേബി ഗേളും അതുപോലെ ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന സിനിമയും ഒക്കെ വരാനിരിക്കുന്നുണ്ട്. അതിനൊക്കെ ശേഷമായിരിക്കും ബത്ലഹേം കുടുംബ യൂണിറ്റ് തിയേറ്ററിലെത്തുക. നിവിൻ പോളി സർവമായയുടെ മെഗാഹിറ്റ് വിജയത്തിന് ശേഷം ചെയ്യുന്ന സിനിമ എന്നുള്ളത് വലിയ പ്രതീക്ഷ തന്നെയാണ്. അദ്ദേഹത്തിന്റെ സേഫ് സോൺ ആയിട്ടുള്ള ഒരു റൊമാന്റിക് കോമഡി ജോണറിലേക്ക് അദ്ദേഹം വരുമ്പോൾ പ്രേക്ഷകർക്കും അത് വലിയ പ്രതീക്ഷ തന്നെയാണ്. ഇപ്പോൾ തന്നെ പ്രേക്ഷകർക്കിടയിൽ വലിയ രീതിയിൽ ഹൈപ്പ് ഈ ചിത്രത്തെക്കുറിച്ചുണ്ട്. ഗിരീഷ് ഷേഡി അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ മുതൽ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച സംവിധായകരിൽ ഒരാളാണ്. എന്തായാലും എല്ലാവരും കാത്തിരിക്കുകയാണ് ബത്ലഹേം കുടുംബ യൂണിറ്റിന്റെ റിലീസിന് വേണ്ടി.